തിരുവനന്തപുരത്തെ ഇലക്ട്രിക് ബസ് വിവാദത്തിൽ മേയർ വി രാജേഷിന് മറുപടിയുമായി ഗതാഗത മന്ത്രി കെ ഗണേഷ് കുമാർ. ബസ്സുകൾ കോർപ്പറേഷന് അവകാശപ്പെട്ടതാണെന്ന വാദം തെറ്റാണെന്ന് മന്ത്രി പറഞ്ഞു. സ്മാർട്ട് സിറ്റി ഇ ബസ് കരാർ വ്യവസ്ഥകൾ KSRTC പാലിക്കുന്നില്ലെന്നാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ കണ്ടെത്തൽ. സ്മാർട്ട് സിറ്റി ഇ ബസ്സുകളെ ചൊല്ലി കൊമ്പുകോർത്ത് കോർപ്പറേഷനും സർക്കാരും. KSRTC, കോർപ്പറേഷൻ, സ്മാർട്ട് സിറ്റി എന്നിവരുമായി ചേർന്ന് തയ്യാറാക്കിയ കരാർ പരിശോധിച്ച മേയർ വ്യവസ്ഥകൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തി. കോർപ്പറേഷൻ നിശ്ചയിക്കുന്ന റൂട്ടിൽ സർവീസ് നടത്തണമെന്ന നിബന്ധന പാലിക്കുന്നില്ല. ടിക്കറ്റ് വരുമാനത്തിന്റെ 30% കോർപ്പറേഷന് നൽകണമെന്ന വ്യവസ്ഥ പാലിച്ചിട്ടില്ല. കരാർ വ്യവസ്ഥ ലംഘിക്കുന്നുവെന്ന് ആരോപിച്ച ഇലക്ട്രിക് ബസ്സുകൾ നിലവിൽ സർവീസ് നടത്തുന്ന റൂട്ട് കണ്ടുപിടിക്കാൻ സ്മാർട്ട് സിറ്റിക്ക് കോർപ്പറേഷൻ നിർദ്ദേശം നൽകി. GPS സംവിധാനം ഉപയോഗിച്ച് കഴിഞ്ഞ ഒരു മാസം ബസ്സുകൾ സർവീസ് നടത്തിയ റൂട്ട് കണ്ടുപിടിക്കാനാണ് നിർദ്ദേശം. വിവരങ്ങൾ ശേഖരിച്ചതിനു ശേഷം KSRTCയെ സമീപിക്കാനാണ് കോർപ്പറേഷൻ തീരുമാനം. കോർപ്പറേഷന് അതേ നാണയത്തിൽ മറുപടിയുമായി ഗതാഗത മന്ത്രി ഗണേഷ് കുമാർ രംഗത്തെത്തി. 113 ബസ്സുകൾ കോർപ്പറേഷന്റേത് മാത്രമല്ല, കേന്ദ്രവും സംസ്ഥാനവും 500 കോടി വീതം നൽകിയിട്ടുണ്ട്. ബസ്സുകൾ വേണമെന്ന് മേയർ എഴുതിത്തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ 113 ബസ്സുകളും കോർപ്പറേഷന് വിട്ടു നൽകും. അദ്ദേഹത്തിന് ഉറപ്പ് നൽകുകയാണ്. അദ്ദേഹം ഇത് ഞങ്ങൾക്ക് വേണമെന്ന് എഴുതി തന്നാൽ 24 മണിക്കൂറിനുള്ളിൽ ഈ 113 വണ്ടികളും കോർപ്പറേഷൻ തിരിച്ചു കൊടുത്തേക്കാം. കോർപ്പറേഷൻ അത് കൊണ്ടുപോയി അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്തിടാം. ഞങ്ങളുടെ ഡിപ്പോയിൽ ഇടാൻ ഒക്കത്തില്ല. പിന്നെ നെയ്യാറ്റിൻകരയ്ക്കും ആറ്റിങ്ങിനൊക്കെ ഓടുന്ന പല വണ്ടികളും ഞങ്ങളുടെ വണ്ടിയാണ്. ഞങ്ങൾക്ക് 50 വണ്ടിയുണ്ട്, ബാറ്ററി വണ്ടി. അതാണ് ഓടുന്നത്. ലോൺ എടുത്ത് ഞങ്ങൾ വാങ്ങിച്ച വണ്ടിയാണ് കിഫ്ബിയിൽ നിന്ന്. ആ വണ്ടികൾ ഓടുന്നുണ്ട്. ആ വണ്ടി ഓടിക്കും. അതിനാരുടെ അനുവാദം ആവശ്യമില്ല. മേയർ പഠിച്ചിട്ട് പറയണം. ഈ ബസ്സുകൾ കൊണ്ടാണ് KSRTC ജീവിക്കുന്നതെന്ന് ആരും പറയരുത്. തിരുവനന്തപുരത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കില്ലെന്നും 113 ബസ്സുകൾ കോർപ്പറേഷൻ എടുത്താൽ 150 വണ്ടികൾ KSRTC ഇറക്കുമെന്നും മന്ത്രി കെ ഗണേഷ് കുമാർ കടുപ്പിച്ചു. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.